മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഫലം കണ്ടു. മമ്മൂട്ടി വിരുദ്ധർക്ക് ഇനി പാർട്ടിയിൽ ഇടമില്ല. ചൂരൽമലയിൽ ആരും ആരെയും അപമാനിച്ചില്ല. മലയാളത്തിന്റെ ആവേശം മെഗാസ്റ്റാർ മമ്മൂട്ടിയും ഡിവൈഎഫ്ഐ നേതാവ് കെ റഫീഖും തമ്മിൽ മുണ്ടക്കൈ ടൗൺഷിപ്പിലുണ്ടായ വാക്കേറ്റം ശുഭപര്യവസാനത്തിലേക്ക്. ദിവസങ്ങളായി സൈബർ ലോകത്ത് പുകഞ്ഞുകൊണ്ടിരുന്ന വിവാദത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ വിരാമമായത്. മമ്മൂട്ടിയെ ആക്ഷേപിക്കുന്നവർ പാർട്ടിക്കാരല്ലെന്ന കർശന നിലപാടിലാണ് നേതൃത്വം. അർജുൻ ആയങ്കിയെ പോലുള്ളവർ മമ്മൂട്ടിയെ അഹങ്കാരി എന്ന് പോലും വിശേഷിപ്പിച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പ്രവർത്തനങ്ങളുടെ തിളക്കം കെടുത്താൻ വിവാദങ്ങൾ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. ഇതേ തുടർന്ന് മമ്മൂട്ടിയും കെ റഫീഖും തമ്മിൽ നേരിട്ട് സംസാരിക്കുകയും തെറ്റിദ്ധാരണകൾ തിരുത്തുകയും ചെയ്തു. തനിക്കെതിരെ ഉയർന്ന സൈബർ ആക്രമണങ്ങളിൽ മമ്മൂട്ടി പ്രകടിപ്പിച്ച ആശങ്ക റഫീഖ് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും അറിയിച്ചിരുന്നു. മെഗാസ്റ്റാറിനെ പോലൊരു മഹാനടനെ അധിക്ഷേപിക്കുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന തിരിച്ചറിവിലാണ് ക്യാപ്റ്റൻ തന്നെ രംഗത്തിറങ്ങിയത്. വിവാദങ്ങൾക്ക് മറുപടിയുമായി കെ റഫീഖ് തന്നെ രംഗത്തെത്തി. മലയാളത്തിന്റെ മഹാനടൻ ടൗൺഷിപ്പിലെത്തിയത് നമുക്കെല്ലാം അഭിമാനമാണ്. അവിടെയുണ്ടായ തിരക്ക് മമ്മൂക്കയ്ക്ക് അലോസരമാകരുതെന്ന് കരുതിയാണ് ഞാൻ ഇടപെട്ടത്. ആ ഇടപെടൽ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്ന ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇന്ന് മമ്മൂക്ക എന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. എന്നെ അപമാനിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റഫീഖ് ഫേസ്ബുക്കിൽ കുറിച്ചു. മമ്മൂട്ടിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തുന്ന സൈബർ പോരാളികൾക്കെതിരെ പാർട്ടി കടുത്ത ജാഗ്രതയിലാണ്. വലതുപക്ഷ കേന്ദ്രങ്ങൾ വിഷയം വഷളാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതിൽ ആരും വീഴരുതെന്നും നിർദ്ദേശമുണ്ട്. മമ്മൂട്ടി എന്ന വികാരം കേരളത്തിൻ്റെതാണെന്നും അനാവശ്യ വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണമെന്നും റഫീഖ് അഭ്യർത്ഥിച്ചു. ഒരു നാടിന്റെ കണ്ണീരൊപ്പാൻ സർക്കാർ പടുത്തുയർത്തിയ ടൗൺഷിപ്പിൽ എല്ലാവരും ഒരേ മനസ്സോടെ നിൽക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. മമ്മൂട്ടിയുടെ സന്ദർശനം പോസിറ്റീവായി ചർച്ച ചെയ്യപ്പെടണം. വിവാദങ്ങൾ വിതച്ച് നേട്ടം കൊയ്യാമെന്ന് കരുതുന്ന മാധ്യമങ്ങൾക്കും വലതു സൈബർ കേന്ദ്രങ്ങൾക്കും ഇതൊരു കനത്ത തിരിച്ചടിയാണ്. മലയാളത്തിന്റെ പ്രിയ നടനും യുവനേതാവും തമ്മിലുള്ള ഈ ഐക്യം കേരളം ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നതെന്നും CPM പറയുന്നു. പക്ഷേ ഇടതു സൈബർ ഹാൻഡിലുകളാണ് മമ്മൂട്ടിയെ രൂക്ഷമായി വിമർശിച്ചതെന്നാണ് യാഥാർത്ഥ്യം. അർജുൻ ആയങ്കിയെ പോലുള്ളവരുടെ പോസ്റ്റ് എല്ലാ അർത്ഥത്തിലും മമ്മൂട്ടിയെ അപമാനിക്കുന്നതായി.